ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ വില്യം ജെയിംസ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ സന്തോഷിക്കുന്നത് കൊണ്ടല്ല നമ്മൾ ചിരിക്കുന്നത്, മറിച്ച് നമ്മൾ ചിരിക്കുന്നത് കൊണ്ടാണ് സന്തോഷിക്കുന്നത് എന്നാണ് കേട്ടോ. ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ പ്രാരാബ്ധങ്ങളും ജീവിത തിരക്കുകളും മാനസിക സമ്മർദ്ദവും ഒക്കെ കാരണം ചിരിക്കാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരാളെ കാണുമ്പോൾ മുഖത്ത് നോക്കി ഒരു ചെറിയ പുഞ്ചിരി കൊടുക്കാറുണ്ടോ? ശത്രു ആണെങ്കിൽ പോലും നമ്മൾ ചിരിക്കണമെന്നാണ്. നമ്മുടെ മുൻപിൽ വരുന്ന ആൾ നമ്മളെപ്പോലെ തന്നെ എല്ലാവിധ ബഹുമാനവും അർഹിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യനാണല്ലോ. മൃഗങ്ങളെയോ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ നോക്കിയാൽ തന്നെ അവരെങ്ങനെയാണ്, അവർ പരസ്പരം കാണുമ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് തോന്നാറില്ലേ? ഒന്ന് ഇപ്പോൾ രണ്ട് പൂച്ചകളാണെങ്കിലും ഒന്ന് തൊട്ടുരുമ്മി പോകുന്ന നമ്മൾ കാണാറുണ്ട് അല്ലേ? ബേർഡ്സ് ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ എപ്പോഴും കാക്കക്കൂട്ടങ്ങളുണ്ട്. അവർ കൂട്ടത്തോടെ നടക്കുക, കാരണം അവരുടെ വർഗത്തോട് അവർക്കൊരു സ്നേഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പല രീതിയിൽ അത് പ്രകടിപ്പിക്കാം. അതിലേറ്റവും സൂപ്പറായിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുൻപിൽ വരുന്ന ഏതൊരാളോടും ഒന്ന് പുഞ്ചിരിക്കുക അല്ലേ? ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെയല്ലേ? ഒരു ഹായ് പറയും, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കും, ഒന്ന് ഹഗ് ചെയ്യും. അതൊക്കെ നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ചിരിക്കുക എന്നുള്ള ഒരു കാര്യത്തെ ഒന്ന് സീരിയസ്നെസ്സോടെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. Next is argument laughter, okay? ഇത് കാണുമ്പോൾ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നും അല്ലേ? ഒരു തമാശയായിട്ട് തോന്നും. പക്ഷേ ചിരി എന്ന് പറയുന്നത് ഒരു ചികിത്സാ രീതിയാണ്, അതുപോലെ തന്നെ ഒരു എക്സസൈസും കൂടിയാണ് കേട്ടോ. പഠനങ്ങൾ പറയുന്നത് ശരാശരി പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഒരു ദിവസം ഒരു 15 തവണ ചിരിക്കുമ്പോൾ ഒരു 4 വയസ്സുകാരൻ 300 തവണയെങ്കിലും ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഒരു ചെറിയ കുട്ടി 300 തവണ ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കുറവാണ് ചിരിക്കുന്നത് അല്ലേ? നിത്യേന ചിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഊർജം, എനർജി കിട്ടുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, വളരെ പോസിറ്റീവ് എനർജി നമുക്ക് തന്നെ ഫീൽ ചെയ്യും, നമ്മളെ കാണുന്ന മറ്റുള്ളവർക്കും ഫീൽ ചെയ്യും അല്ലേ? മുൻപ് ഞാൻ വർക്ക് ചെയ്തൊരു സ്കൂളിൽ അവിടുത്തെ ഒരു ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ എപ്പോഴും ചിരിക്കാറുണ്ട് കേട്ടോ. ഞാൻ പണ്ട് ഒട്ടും ചിരിക്കത്തില്ലായിരുന്നു, ഭയങ്കരമായിട്ട് മുഖം ഒക്കെ വാട്ടി നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ മാരേജിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് വളരെ പോസിറ്റീവാണ്, ഭയങ്കര ചിരിക്കും, ഒരുപാട് സംസാരിക്കും, എപ്പോഴും ആക്റ്റീവാണ്. അപ്പം പുള്ളിയുടെ കൂടെ കൂടിയതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കുറച്ചും കൂടി ഇപ്പോൾ പോസിറ്റീവായി, കുറച്ചുകൂടി ചിരിക്കാനായിട്ടൊക്കെ പഠിച്ചു. ഹാപ്പിനെസ് എൻ്റെ ലൈഫിലും ഉണ്ട്. അപ്പോൾ ഞാൻ ചിരിക്കാനായിട്ട് തുടങ്ങിയത് ഈ അടുത്താണ്, എന്ന് വെച്ചാൽ 7-8 വർഷം ആയതേ ഉള്ളൂ. ഒരുപാട് ചിരിക്കാനായിട്ട്, എപ്പോഴും പ്ലസൻ്റായിട്ട് ഇരിക്കാൻ തുടങ്ങിയത് കേട്ടോ. അതിനു മുൻപ് ഞാൻ ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് അടിച്ച് നടക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അർസിതയെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ് തോന്നാറുണ്ട്, എപ്പോഴും മുഖത്തൊരു ചിരിയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. പണ്ട് ഞാൻ അങ്ങനെ അല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരുപാട് മാറി എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹാസ്യതാരമാണ് സ്റ്റീവ് മാർട്ടിൻ. പുള്ളി എല്ലാ ദിവസവും കണ്ണാടിക്ക് മുൻപിൽ നിന്നിട്ട് ഒരുപാട് ചിരിക്കുമായിരുന്നു, ഒരു 5 മിനിറ്റ് എങ്കിലും ചിരിക്കുമായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ സർഗാത്മകത വളർത്തുവാനും അതുപോലെ പോസിറ്റീവായിട്ടിരിക്കുവാനും എനർജറ്റിക് ആയിട്ടിരിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്കിനി ഒരാളോട് ചിരിക്കാനായിട്ട് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് ഇതുവരെയും തീരെ
അങ്ങനെ ചിരിക്കാനായിട്ട് ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു മിറർ വെച്ചിട്ട് അതിലേക്ക് നോക്കി സ്വയം ഒന്ന് നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ചിരിക്കുക. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, നേരത്തെ നമ്മളൊരു വീഡിയോ കണ്ടില്ലേ, അതിലെ ചിരി എക്സസൈസ് പോലെ ഈ ചിരി ചികിത്സാ രീതി വഴി അസുഖങ്ങൾ ശമിപ്പിക്കുന്നതിനും അതുപോലെ ഗുരുതരമായ ഒരുപാട് രോഗങ്ങളുള്ളവരെ സുഖപ്പെടുത്തുവാനും ഒക്കെ ചിരി ചികിത്സ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ വില്യം ജെയിംസ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ സന്തോഷിക്കുന്നത് കൊണ്ടല്ല നമ്മൾ ചിരിക്കുന്നത്, മറിച്ച് നമ്മൾ ചിരിക്കുന്നത് കൊണ്ടാണ് സന്തോഷിക്കുന്നത് എന്നാണ് കേട്ടോ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താ? ഒരുപാട് കോമഡി വീഡിയോസ് കാണാൻ, അതുപോലെ ഫിലിംസ് ആണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് അല്ലേ, അതിലും കൂടുതൽ ചിരി എന്നൊരു ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും ഈ കോമഡി സ്റ്റാർസ് അങ്ങനത്തെ ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ TV ഷോസൊക്കെ അല്ലേ, അതിനൊക്കെ ഒട്ടേറെ ഫാൻസ് വരാൻ കാരണം എന്താ? ഒരു മിനിറ്റ് നമ്മുടെ സങ്കടങ്ങളെല്ലാം മറന്ന് നമ്മൾ പൊട്ടിച്ചിരിക്കും അല്ലേ. അപ്പോൾ ആ ചിരിയിലൂടെ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ മാനസിക സമ്മർദ്ദം, മെൻ്റൽ സ്ട്രെസ്സൊക്കെ കുറഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും ചിരിക്കാൻ മറന്നു പോകുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന കാര്യം എന്താണ്? മാനസിക സമ്മർദ്ദമാണ്. അതുപോലെ അവരുടെ ലൈഫിൽ സന്തോഷം വളരെ കുറവാകാനാണ് സാധ്യത കൂടുതൽ അല്ലേ. എൻ്റെ മുമ്പിൽ കൗൺസിലിങ്ങിനായി എത്തുന്ന കൊച്ചുകുട്ടിയോടും വലിയ ആൾക്കാരോടും ഒക്കെ ഞാൻ പറയാറുണ്ട്, ചിരിക്കണം. മാക്സിമം നമ്മുടെ മനസ്സിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും മുഖത്തൊരു പുഞ്ചിരി നമ്മൾ വരുത്താനായിട്ട് ട്രൈ ചെയ്യണം. ആ ഒരു ചിരിക്ക് വളരെ ശക്തിയുണ്ട്, ഒരു പവർഫുള്ളായിട്ടുള്ള കാര്യമാണ് ചിരി എന്ന് പറയുന്നത്. അത് നമ്മുടെ മുഖത്ത് മാത്രമല്ല, നമ്മുടെ മാനസിക സമ്മർദ്ദം ഒരുപാട് കുറച്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു പുസ്തകം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ഏട്ടൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്. അപ്പം ഇതിൽ ഒരു ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിക്കാവേ. ചിരിച്ചും ചിരിപ്പിച്ചും മലയാളിയുടെ ജീവിതത്തെ ആഘോഷപൂർണ്ണമാക്കുന്നതിനിടയിലാണ് ഇന്നസെൻറ്റിന് ക്യാൻസർ എന്ന മഹാവ്യാധി പിടിപെടുന്നത്. താമസിയാതെ ഭാര്യ ആലീസിനും. ആ കാലത്തിൻ്റെ ഓർമ്മകളാണ് ഈ പുസ്തകം. ഇത് വായിച്ചു തീരുമ്പോൾ ഫലിതത്തിനും ഇച്ഛാശക്തിക്കും മുന്നിൽ മരണം പോലും വഴിമാറും എന്ന് നാം തിരിച്ചറിയുന്നു. നിരാശരാകുമ്പോഴല്ല, നേരിടുമ്പോഴാണ് മഹാരോഗങ്ങളെയും ജീവിത ദുരിതങ്ങളെയും മറികടക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നവർക്ക് പ്രചോദനമാകുന്ന ഒരു പുസ്തകമാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്കറിയാം, ഇന്നസെൻ്റ് ചേട്ടൻ്റെ സിനിമകളിലെല്ലാം അദ്ദേഹം വളരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്, റോളുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ചിരി എന്ന ഒരു കാര്യം വഴി അദ്ദേഹം ഒരുപാട് ക്യാൻസറിനെ ചെറുത്ത് നിന്നിട്ടുണ്ട്. ആ ഒരു ഹാസ്യം കൊണ്ട് ഒരുപാട് ആളുകളെ ചിരിപ്പിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലൈഫിലും ഒരുപാട് സഫർ ചെയ്ത സമയങ്ങളിലെല്ലാം അദ്ദേഹം ചിരി ഒരു ആയുധമാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ പുസ്തകം കഴിയുന്നവരൊക്കെ ഒന്ന് വായിക്കുക കേട്ടോ. ക്യാൻസർ വാർഡിലെ ചിരി. ഓക്കെ, അപ്പോൾ ഇത്രയാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചിരിക്കാനായിട്ട് ട്രൈ ചെയ്യണേ എല്ലാവരും. ഇന്ന് മുതൽ എല്ലാവരും ചിരിക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. പ്ലസൻ്റായിട്ടിരിക്കുക എല്ലാവരും. അപ്പോൾ നമുക്കും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. അതുപോലെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.